കോമ്പിനേഷൻ വായിക്കാം. വായിച്ചിരുന്ന ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് ആൻ ഏതാ ഈക്വല. അപ്പൊ നമ്മുടെ ഇക്വലാറ്ററലുമായിട്ട് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് ആരമനെ പെരിമീറ്റർ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. മനെ ഇക്വലാറ്ററിന്റെ പെരിമീറ്റർ തന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യേണ്ടത് 3a എന്നാണ്. ആരമനെ 3a. ഇത് ഒരാൾ പറഞ്ഞു തന്നു. ഇപ്പം ഏതാ ഒരു ഇക്വലാർ ട്രയാങ്കിളിന്റെ ബേസ് അതിന്റെ പെരിമീറ്റർ തരുമെന്ന് പറഞ്ഞാൽ ഒരു ഇക്വലാർ ട്രയാങ്കിൾ ഇങ്ങനെ എന്റെ മണി ഇരിക്കുന്നത്, ഇങ്ങനെയാണ് അതിന്റെ പ്രിസം ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ എന്തിരിക്കുന്നത്, പ്രിസം. ഇതാണ് അതിന്റെ ഇക്വലാർ ട്രയാങ്കിൾ പ്രിസം. ഇതാ ഇങ്ങനെ താഴെ ബേസ് മണ്ടയ്ക്കോട്ട് അതേപോലെ വെച്ചില്ല കേട്ടോ. ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 നീളം കൂടെ കൂട്ടിയതാണ് എത്ര, 18. അങ്ങനെയാണെങ്കിൽ ഒരാള് ഒരു നീളം എത്ര വെച്ചാൽ 18/3 എത്ര, ഇതാറ് ഇതാണ് ഇതാണ്. അങ്ങനെ ബേസ് 18 ആവുന്നു. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ പെരിമീറ്റർ തരുക എന്ന് പറഞ്ഞാൽ ഒരു സൈഡാണോ? എത്ര സൈഡിന്റെ നീളം ടോട്ടൽ 3. ഒരു സൈഡ് ആക്കാൻ എന്ത് ചെയ്യണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പറയേണ്ട കാര്യങ്ങളല്ല, കാണാതെ പെരിമീറ്റർ അങ്ങനെയല്ല. ആദ്യം നമ്മളൊരു ഫോർമുല പോലെ പഠിക്കുന്നു. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 സൈഡും കൂടെ കൂട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിന്റെ വില കണ്ടുപിടിക്കാൻ 3 കൊണ്ട് എന്ത് ചെയ്യണം? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ലോജിക്. ഒരു സാധാരണ നമ്മുടെ കോമൺ സെൻസാ. 3 എണ്ണത്തിന്റെ ഏടാ, ഒരെണ്ണത്തിന്റെ എത്ര ആടാ, 3 കൊണ്ട് ഹരിക്കണം. അതാ അതിനപ്പൊ 3 = 18/3. ആൻസർ ഈസ് ആരാമനെ 6. കിട്ടി. ഇനി എന്താ പറയുക, ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഹൈറ്റ് എത്ര, 5 മതിയല്ലോ. എയും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്, എച്ചും. നമുക്ക് ആരെയാ വേണ്ടത്? വോളിയം. വോളിയത്തിന്റെ ഫോർമുല ഏതാ? √3a²/4 ഇൻറ്റു ഹൈറ്റ് ഉണ്ടല്ലോ. നമുക്ക് ചെയ്യാം. നോക്കിയാണ് വോളിയം ഈസ് ഈക്വൽ ടു √3a²/4 ഇൻറ്റു എത്ര, ഹൈറ്റ് h കേട്ടോ. വാല്യൂസ് കൊടുക്കുമ്പോൾ എങ്ങനെ വരുമനെ? √3 ഇൻറ്റു 6² അല്ലേ /4 ഇൻറ്റു എത്ര, 5. ദാറ്റ് ഈസ് √3. 6² എത്ര മോനെ? 36/4 ഇൻറ്റു എത്ര, 5. പറഞ്ഞേ, കട്ട് ചെയ്യാമല്ലോ. കട്ട് ചെയ്യുമ്പോൾ 4 കൊണ്ട് കട്ട് ചെയ്ത് എത്ര, 9. അപ്പൊ 9 കൊണ്ട് 5 കൊണ്ട് 9 × 5 എത്ര മോനെ? 45 √3. വേണമെങ്കിൽ 45 ന്റെ റൂട്ടിന്റെ വാല്യൂ 1.73. √3യുടെ വില ഒക്കെ പഠിച്ചിരുന്നോളാം. 1. സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇത്രയും കൊണ്ടുവന്നിട്ടിട്ട് സെന്റിമീറ്റർ ക്യൂബ് എന്നിട്ടാണ്. വോളിയം എപ്പോഴും സെന്റിമീറ്റർ എന്തിലാ? ക്യൂബിലാ. ഏരിയ സ്ക്വയർ, സെന്റിമീറ്റർ സ്ക്വയർ. വോളിയമോ ക്യൂബിലായിരിക്കണം. കണ്ടല്ലോ.